എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് RBR എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാർ ജോലി എന്നത് ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. നല്ല ശമ്പളം, സ്ഥിരതയുള്ള ജോലി, പെൻഷൻ ആനുകൂല്യങ്ങൾ, ജോലി സുരക്ഷ ഇവയെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന അവസരങ്ങളാണ് കേന്ദ്ര സർക്കാർ ജോലികൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അത്തരത്തിൽ ഒരു മികച്ച അവസരമാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ അപേക്ഷിക്കേണ്ടവർ ആരൊക്കെയാണെന്ന്, എന്തെല്ലാം യോഗ്യത വേണം, എന്തെല്ലാം രേഖകൾ വേണം, ആരൊക്കെയാണ് ഈ ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നതെല്ലാം വ്യക്തമായി മനസ്സിലാക്കൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കേന്ദ്ര സർക്കാർ ജോലി എന്തുകൊണ്ട് മികച്ചത്? ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഓരോ മാസവും കൃത്യമായ ശമ്പളം ലഭിക്കും. DA, HRA, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്വകാര്യ മേഖലയിലെ പോലെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കുറവായിരിക്കും. വിരമിച്ചതിന് ശേഷവും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജോലിയാണ് കേന്ദ്ര സർക്കാർ ജോലി. അതുകൊണ്ടാണ് ഓരോ വിജ്ഞാപനവും ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടത്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. പലരും സർക്കാർ ജോലി എന്നാൽ ഡിഗ്രി വേണമെന്നാണ് കരുതുന്നത്. എന്നാൽ എല്ലാ ജോലികൾക്കും ഉയർന്ന വിദ്യാഭ്യാസം ആവശ്യമായിട്ടില്ല. ചില തസ്തികകളിൽ 10ാം ക്ലാസ് മാത്രം മതിയാകും. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത്തരം അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് മേഖലയിൽ പരിചയമുള്ളവർക്ക് ഇത് മികച്ച അവസരമാകാം. ശമ്പളവും ആനുകൂല്യങ്ങളും. ഈ ജോലിയിൽ അടിസ്ഥാന ശമ്പളത്തിനു പുറമെ സർക്കാർ അനുവദിക്കുന്ന അലവൻസുകളും ലഭിക്കും. അതിനാൽ കയ്യിൽ ലഭിക്കുന്ന തുക അടിസ്ഥാന ശമ്പളത്തേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റ ഭത്ത, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയും നിയമാനുസൃതമായി ലഭിക്കും. ഇത്തരം ജോലികളിൽ വർഷം തോറും ഇൻക്രിമെൻറ്റുകളും ലഭിക്കുന്നതിനാൽ വരുമാനം ക്രമേണ വർദ്ധിക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജ്ഞാപനം പൂർണ്ണമായും വായിക്കുകയാണ്. യോഗ്യത എന്താണ്, പ്രായപരിധി എന്താണ്, ഏത് രേഖകളാണ് വേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അവസാന തീയതി എപ്പോഴാണ്, ഇവയെല്ലാം ഉറപ്പാക്കിയ ശേഷമേ അപേക്ഷിക്കാനാവൂ. അപേക്ഷയിൽ ചെറിയ തെറ്റുകൾ പോലും ചിലപ്പോൾ അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാകും. ആവശ്യമായ രേഖകൾ. സാധാരണയായി ഇത്തരം ജോലികൾക്ക് ആവശ്യമായി വരുന്നത് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, ഡ്രൈവിംഗ് ലൈസൻസ് ബാധകമാണെങ്കിൽ പരിചയ സർട്ടിഫിക്കറ്റ്, മറ്റ് ആവശ്യമായ രേഖകൾ. എല്ലാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പ്രധാന വിവരങ്ങളിലേക്ക് കടക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാന വിവരങ്ങൾ നോക്കാം. പോസ്റ്റിൻ്റെ പേര് സ്റ്റാഫ് കാർ ഡ്രൈവർ. വകുപ്പ് ഇന്ത്യ പോസ്റ്റ്, മെയിൽ മോട്ടോർ സർവീസ്. ഒഴിവുകൾ 11. ജോലിസ്ഥലം ബാംഗ്ലൂരു മെയിൻ മോട്ടോർ സർവീസ് 10 ഒഴിവുകൾ. മൈസൂരു സബ് ഡിപ്പോ 1 ഒഴിവ്. യോഗ്യത 10ാം ക്ലാസ്, ലൈറ്റ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, കുറഞ്ഞത് 3 വർഷം ഡ്രൈവിംഗ് പരിചയം, വാഹനങ്ങളുടെ ചെറിയ അറ്റകുറ്റപ്പണികളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ്. ശമ്പളം 19,000 മുതൽ 63,200 വരെ. പ്രായപരിധി 56 വയസ്സ് വരെ അപേക്ഷിക്കാം. അപേക്ഷാരീതി ഓഫ്ലൈൻ. വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം അയക്കണം. അപേക്ഷിക്കേണ്ട വിധം: മാനേജർ, മെയിൽ മോട്ടോർ സർവീസ്, ബാംഗ്ലൂരു. സുഹൃത്തുക്കളെ, ഈ ജോലി നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് കാണുന്നത്? ഈ ജോലി നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കമൻറ്റിൽ എഴുതൂ. ഞാൻ അപേക്ഷിക്കും, അല്ലെങ്കിൽ എനിക്ക് സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവർക്കും എന്നിങ്ങനെ ഒരു കമൻറ്റ് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. നിങ്ങളുടെ ഒരു കമൻറ്റ് മറ്റൊരാൾക്ക് ഈ ജോലി അറിയാനുള്ള അവസരമാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. സർക്കാർ ജോലികൾ, കേരള ജോലികൾ, കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെൻറ്റുകൾ, PSC അപ്ഡേറ്റുകൾ എന്നിവ ദിവസവും അറിയുവാൻ
വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.